ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് ഹോണ്ട ആക്റ്റീവ് വണ്ടി നമ്മൾ വർക്കിനായിട്ടുണ്ട്. നമുക്ക് ജനറൽ സർവീസ്, വാട്ടർ സർവീസ്, എഞ്ചിൻ ഓയിൽ ചെക്ക് ചെയ്തിട്ട് മാറ്റാം. ഇത്രയാണ് പറഞ്ഞേക്കണേ. വണ്ടി ഇപ്പോൾ ചെയ്യാൻ കയറ്റിയേക്കണ കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ 64,347 കിലോമീറ്റർ. അതാണ് ഇപ്പോൾ നിലവിൽ മീറ്റർ റീഡിങ് കാണിക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ വണ്ടി ഓടിച്ച് നോക്കി വർക്കിൽ കയറ്റിയിട്ടുണ്ട്. അതിൻ്റെ ബാക്ക് ബ്രേക്കിൻ്റെ ഭാഗം തുടങ്ങി നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട്. ബ്രേക്ക് ലൈനർ നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് ബ്രേക്ക് ലൈനർ കമ്പനി ലൈനർ കിടക്കണേ കുറച്ചും കൂടിയൊക്കെ ഉപയോഗിക്കാനുണ്ട്. അപ്പോൾ ബ്രേക്ക് നമുക്കൊന്ന് അഴിച്ച് ഗ്രീസ് ചെയ്തിട്ട് നമുക്ക് റീസെറ്റ് ചെയ്യാം. ബാക്ക് വീൽ പിടിപ്പിക്കുന്നത് ഈ ഒരു ഷാഫ്റ്റും വേണം. അതിൻ്റെ ബെയറിങ്ങിൻ്റെ പ്ലേ ഒക്കെ നമ്മൾ ചെക്ക് ചെയ്തു, വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല. അതേപോലെ നമ്മൾ ഈ സൈഡിലേക്ക് നോക്കുമ്പോൾ നമുക്ക് ഇവിടെ ഒരു ഗിയറിൻ്റെ സൈഡിൽ തന്നെ ഓയിൽ സീൽ ചെറിയൊരു ലീക്ക് തുടങ്ങിയിട്ടുണ്ട്. ഇത് ഓയിൽ ലീക്കിൻ്റെ ആരംഭമാണ്. അപ്പോൾ നമുക്ക് അടുത്ത സർവീസിലൊക്കെ എന്തായാലും നമുക്കത് അഴിച്ച് അതിൻ്റെ ഓയിൽ സീലൊക്കെ മാറ്റേണ്ടി വരും കേട്ടോ. ഇപ്പോൾ നിലവിൽ ചെറിയൊരു ലീക്കേജ് ഉണ്ട്. ഇതിപ്പോൾ മാറ്റണമെന്നുണ്ടെങ്കിൽ ഗിയർ ബോക്സ് ഫുള്ളായിട്ട് അഴിക്കണം. അഴിച്ചിട്ട് വേണം ഓയിൽ സീൽ മാറ്റാനായിട്ട്. വേണമെങ്കിൽ നമുക്ക് കൂട്ടത്തിൽ മാറ്റാം. അതല്ലെങ്കിൽ നെക്സ്റ്റ് സർവീസൊക്കെ ആകുമ്പോഴത്തേക്കും എഞ്ചിൻ ഓയിൽ എത്രത്തോളം ലീക്കേജ് കാണിക്കുന്നുണ്ടെന്ന് നോക്കിയിട്ട് അതനുസരിച്ച് മാറ്റിയാലും മതി. ഇപ്പോൾ ഞാൻ ഗിയർ ഓയിലൊക്കെ ചെക്ക് ചെയ്ത് വേണമെങ്കിൽ അതിൻ്റെ ലെവൽ കറക്റ്റ് ആക്കാം. ഇനി അതല്ല കൂട്ടത്തിൽ കൂടെ തന്നെ മാറ്റി വിട്ടോ എന്നാണെന്നുണ്ടെങ്കിൽ നോക്കിയിട്ടൊന്ന് പറയണം കേട്ടോ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അതിൻ്റെ എസ്റ്റിമേറ്റ് ഞാൻ അഡീഷണൽ ആയിട്ട് പറയാം. പിന്നെ ബാക്കിലത്തെ ടയറിൻ്റെ കണ്ടീഷൻ നോക്കി. ടയർ അത്യാവശ്യം നല്ല പുതിയ ടയർ, വലിയ പഴക്കമില്ല. വണ്ടി ഓടിക്കുമ്പോൾ നമുക്ക് ബാക്ക് സൈഡിൽ നിന്ന് ഒരു മൂളിച്ച സൗണ്ട് വന്നത് ഈ ടയറിൻ്റെ ആണ് കേട്ടോ. ആ ടയർ ഏറുപിടുത്തം തന്നെ എൻ്റെ ഒരു മൂളിച്ച വണ്ടി ഓടിക്കുമ്പോൾ നമുക്ക് അറിയാനായിട്ട് പറ്റും. അതേ മോഡൽ ടയർ എടുത്തതിൻ്റെയാണ്. അത് വേറെ ഒന്നും ചെയ്യാതെ അതങ്ങനെ നമുക്ക് ഓടിക്കുമ്പോൾ മനസ്സിലായതുണ്ടോയെന്ന് അറിയില്ല. വണ്ടി നല്ല റോട്ടിൽ പോകുമ്പോൾ ഒരു മോഡൽ തന്നെ ഉണ്ട്, അത് ടയറിൻ്റെയാണ്. പിന്നെ നമ്മളതിൻ്റെ എയർ ഫിൽറ്റർ ക്ലച്ച് സൈഡൊക്കെ അഴിച്ചിട്ടുണ്ട്. എയർ ഫിൽറ്റർ നമ്മൾ നോക്കുമ്പോൾ നിലവിൽ നമുക്ക് കിടക്കുന്നത് കമ്പനി ഫിൽറ്ററാണ്, ഹോണ്ടയുടെ ഒറിജിനൽ ഫിൽറ്ററാണ്. അതിൽ പഴക്കമായിട്ടില്ല. അപ്പോൾ കുറച്ച് പൊടിയൊക്കെ ഉണ്ട്, അതൊക്കെ തുടച്ച് ക്ലീൻ ചെയ്ത് നമുക്ക് റീസെറ്റ് ചെയ്യാം. പിന്നെ ക്ലച്ച് ഭാഗം നമ്മൾ അഴിച്ചിട്ടുണ്ട്. ക്ലച്ചൊക്കെ നല്ല ഫ്രഷ് ആയിട്ട് തന്നെ ഇരിക്കണേ. അതിൻ്റെ ബെൽറ്റ് കാര്യങ്ങളൊക്കെ നോക്കി. ബെൽറ്റൊക്കെ കമ്പനി ബെൽറ്റ്, ഹോണ്ടയുടെ ഒറിജിനൽ ബെൽറ്റ് നമുക്ക് കിടക്കണം കേട്ടോ, പുതിയ ബെൽറ്റാണ്. പിന്നെ അതിൻ്റെ വേരിയേറ്റർ ബോഡി, ബോസ് ഡ്രൈവ് കാര്യങ്ങൾ ചെക്ക് ചെയ്ത് വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല. അതേപോലെ ബെൻഡെക്സിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്തു, നിലവിൽ വർക്കിംഗ് ആണ്. ഇതിനകത്ത് വർക്കിംഗ് ഓക്കെയാണ് കേട്ടോ. ഇതിനകത്ത് ഈ സൈഡ് നോക്കുമ്പോൾ ചെറിയൊരു അലൈൻമെൻറ്റ് വേരിയേഷൻ വന്നിട്ട് ഇത് ആ വീലും ഒരേണ ഇതാണ് ഈ കാണുന്നത്. അതിൻ്റെ ഒരു പാടാണ് ഈ കാണുന്നത്. ചെറിയൊരു അലൈൻമെൻറ്റ് വേരിയേഷൻ കാണിച്ചു തുടങ്ങിയിട്ടുണ്ട് ക്രാങ്ക് ഷാഫ്റ്റിൻ്റെ. ക്ലച്ച് സൈഡായാലും നമുക്ക് ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്താൽ മതി. ഈ ക്രാങ്ക് ഷാഫ്റ്റിൻ്റെ അലൈൻമെൻറ്റ് വേരിയേഷൻ വരുമ്പോഴുള്ള പ്രശ്നം എന്ന് വെച്ചാൽ സമീപ ഭാവിയിൽ നമുക്ക് സെൽഫ് അടിക്കുമ്പോൾ ഒരു സൗണ്ട് വേരിയേഷൻ വരാൻ സാധ്യതയുണ്ട്. അതിൻ്റെ ഒരു ലക്ഷണം എന്ന് പറയുമ്പോൾ അങ്ങനെ സൗണ്ട് വരുന്ന സമയത്ത് കൂട്ടത്തിലൂടെ ഓയിൽ ലീക്കും വരാറുണ്ട്. ഇപ്പോൾ നിലവിൽ ഓയിൽ ലീക്കൊന്നുമില്ല. അതിന് ചെറിയൊരു നോയ്സ്, അതിനൊരു ചെറിയൊരു മാർക്ക് കിടക്കുന്നുണ്ട് നിലവിൽ കേട്ടോ. മാക്സിമം ഉപയോഗിക്കുക. എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ നമുക്കപ്പോൾ നോക്കിയാൽ മതി. ഞാൻ കണ്ടപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് പറഞ്ഞെന്നുള്ളൂ. പിന്നെ അതിൻ്റെ എഞ്ചിൻ ഹെഡിൻ്റെ ഭാഗം നോക്കുമ്പോൾ ഇവിടെ കവർ ഗ്യാസ്കറ്റ് ലീക്ക് ആയിട്ടുണ്ട്. ഇവിടെ ഓയിൽ ലീക്ക് ആയി തുടങ്ങിയിട്ടുണ്ട്. താഴേക്ക് ചാടി തുടങ്ങിയിട്ടില്ല, ആരംഭമാണ്. അപ്പോൾ കൈയോടെ തന്നെ ഗ്യാസ്കറ്റ് മാറ്റി മൗണ്ടർ റബ്ബർ മാറ്റി നമുക്ക് യൂസ് ചെയ്യാം. പിന്നെ ആക്സിലേറ്റർ കേബിൾ നല്ല ടൈറ്റ് ഉണ്ടോ, അത് നമുക്ക് മാറ്റിയിടാം. കാരണം അത് നമുക്ക് വണ്ടി ഓടിക്കാൻ തന്നെ ഒരു സ്മൂത്ത്നെസ് ഉണ്ടാവില്ല. തന്നെയല്ല കുറേ കൂടി കഴിയുമ്പോഴത്തേക്ക് ആക്സിലേറ്റർ റേസ് ആവാൻ തുടങ്ങും. അപ്പോൾ നമുക്കത് കൈയോടെ മാറ്റിക്കിടാം. പിന്നെ ഫ്രണ്ടിലേക്ക് ചോക്കിൻ്റെ കേബിൾ നോക്കി, ചോക്ക് കേബിൾ കുഴപ്പമൊന്നുമില്ല. ഫ്രണ്ടിലേക്ക് വരുമ്പോൾ ഈ ഒരു ബ്രേക്കിൻ്റെ കേബിളും കംപ്ലൈൻ്റ് ഉണ്ട്, അത് ഔട്ടർ നല്ല ടൈറ്റ് ആയിട്ട്. അപ്പോൾ ആ കേബിൾ നമുക്ക് മാറ്റിയിടണം. അത് കൂടാതെ നമ്മൾ ഫ്രണ്ട് ഭാഗം അഴിച്ച് നമ്മുടെ ബുഷ് ഗ്രീസിനൊക്കെ ആയിട്ട് അഴിച്ചിടണം. അപ്പോൾ ഗ്രീൻ ബുഷ് ഓൾറെഡി നല്ല രീതിയിൽ ഓവലായിട്ടുണ്ട്, ഈ പച്ച കളറിലുള്ള ബുഷ്. അത് നമുക്ക് മാറ്റിയിടണം. അത് ഇടയ്ക്ക് മാറ്റേണ്ടി വന്നൊരു ഭാഷ. കാരണം ഡയറക്റ്റ് നമ്മളിപ്പോൾ ഗട്ടറിലൊക്കെ ചാടുമ്പോൾ ആ ഷെയ്ക്ക് ഡയറക്റ്റ് പിടിക്കുന്ന ആ ബുഷുകളാണ്. അപ്പോൾ അത് കംപ്ലൈൻ്റാണ്, അത് നമ്മൾ മാറ്റേണ്ടി വരും. പിന്നെ അതേപോലെ തന്നെ ലിങ്കിൻ്റെ ബുഷും അത്യാവശ്യം പ്ലേ കാണിക്കുന്നുണ്ട്, അതും കൂടി എസ്റ്റിമേറ്റ് ഞങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഫ്രണ്ട് ബ്രേക്ക് നോക്കി, പുതിയ കമ്പനി ലൈനർ കിടക്കണേ, പുതിയതാണ് ഫ്രണ്ടിൽ കേട്ടോ. ബ്രേക്ക് നമുക്കൊന്ന് അഴിച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യാം. അതേപോലെ തന്നെ ഫ്രണ്ട് ടയർ കണ്ടീഷൻ നോക്കി, വേറെ കുഴപ്പമൊന്നുമില്ല. അതേപോലെ വീൽ ബെയറിങ്ങിൻ്റെ കേസും ചെക്ക് ചെയ്ത് വേറെ കംപ്ലൈൻ്റ് ഒന്നുമില്ല. ശരിക്കും ടയർ നമ്മൾ മാറ്റിയിടുമ്പോൾ റൊട്ടേഷൻ ചെയ്തിടാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഇതിൻ്റെ ടയർ അത്യാവശ്യം കട്ട ഉണ്ടെങ്കിൽ കൂടി ഉണ്ടല്ലോ, നമുക്ക് ഈ സൈഡിൽ റൈറ്റ് സൈഡിൽ ഒരു അല്പം തേമാനം കൂടുതലുണ്ടാവും. ഇത് കുറച്ചും കൂടി കഴിയുമ്പോൾ ഇപ്പം നമുക്ക് അത്രയും അങ്ങോട്ട് തോന്നണില്ല, എന്നാലും ചെറുതായിട്ട് കാണിക്കണം. വണ്ടി സ്പീഡിൽ പോയിട്ട് നമ്മളൊരു കൈയൊക്കെ എടുക്കേണ്ടി വന്നു. അപ്പോൾ ഒരു ഫോൺ വന്ന് നമ്മളൊന്ന് കൈ എടുക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രണ്ട് ഹാൻഡിൽ വെട്ടൽ കാണിക്കും. അത് ടയറിൻ്റെ അലൈൻമെൻറ്റ് വേരിയേഷൻ വരുമ്പോൾ വന്ന പ്രശ്നമാണ്. തന്നെയല്ല നമുക്ക് ലിങ്ക് ടൈപ്പ് സസ്പെൻഷൻ ആയതുകൊണ്ട് തന്നെ ബുഷുകൾക്ക് ചെറിയ പ്ലേ കാണിക്കുമ്പോഴും ഈ ടയറിന് പെട്ടെന്ന് ഇങ്ങനെ കംപ്ലയിൻറ്റ് വരും. അപ്പോൾ ബുഷിൻ്റെ കേസ് നമുക്ക് റെഡിയാക്കി ഇടാം. ടയർ മാക്സിമം ഉപയോഗിക്കാം. നമുക്ക് ഫ്രണ്ടിലത്തെ ടയർ താരതമ്യേന പതുക്കെ തേയുള്ളൂ, ബാക്കിലത്തെ ആയിരിക്കും പെട്ടെന്ന് തേയുക. അപ്പോൾ ഈ മോഡൽ ലിങ്ക് ടൈപ്പ് സസ്പെൻഷൻ വന്ന വണ്ടികളിൽ, നമുക്ക് ആക്റ്റീവ മോഡൽ വണ്ടികളുടെയൊക്കെ ഫ്രണ്ടും ബാക്കും 10 ഇഞ്ച് വീൽ തന്നെയാണ്. അപ്പോൾ റൊട്ടേഷൻ ചെയ്യാം. അപ്പോൾ പുതിയ ടയർ എപ്പോഴും ഇടുമ്പോഴും ഫ്രണ്ടിലിടാനായിട്ട് നോക്കാം. ആ ഫ്രണ്ടിൽ കിടക്കുന്ന ടയർ ബാക്കിൽ ഇടാം. അപ്പോൾ ആ ചെറിയൊരു അലൈൻമെൻറ്റ് വേരിയേഷൻ ഉണ്ടെങ്കിൽ പോലും നമുക്കത് മാക്സിമം ഉപയോഗിച്ച് തീർക്കാനായിട്ട് പറ്റും. പിന്നെ ബാറ്ററി നമ്മൾ ചെക്ക് ചെയ്തു. 2024 മോഡൽ ബാറ്ററിയാണ്, ആമറോണിൻ്റെ ബാറ്ററിയാണ് വണ്ടി ഇരിക്കുന്നത് കേട്ടോ. എൻ്റെ വോൾട്ടൊക്കെ നോക്കുമ്പോൾ 13 വോൾട്ടൊക്കെ കാണിക്കുന്നുണ്ട്. ലോഡ് കൊടുക്കുമ്പോഴായാലും കുഴപ്പമൊന്നുമില്ല. ബാറ്ററി ഓൾറെഡി ഹെൽത്തിയാണ്. പിന്നെ സൈഡിലേക്ക് വരുമ്പോഴത്തേക്കും സ്പാർക്ക് പ്ലഗൊക്കെ ഒന്ന് അഴിച്ച് ക്ലീൻ ചെയ്യാനുണ്ട്. സെക്കൻഡ് ഫിൽറ്റർ യൂണിറ്റൊക്കെ ഒന്ന് അഴിച്ച് ക്ലീൻ ചെയ്യാനുണ്ട്. പുതിയതാണ്, വലിയ പഴക്കമായിട്ടില്ല.
പിന്നെ എഞ്ചിൻ ഓയിൽ മാറുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയും കേസാണ് മെയിനായിട്ടുള്ളത്. അപ്പോൾ ഞാൻ എൻ്റെ ഒരു ഏകദേശം ഒരു എസ്റ്റിമേറ്റ് ആക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് വാട്സപ്പിലേക്ക് ഒന്ന് സെൻഡ് ചെയ്ത് തരാം കേട്ടോ. അപ്പോൾ വീഡിയോ കണ്ടു കഴിയുമ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇടാം. അതിനകത്ത് നമ്മൾ എഞ്ചിൻ ഓയിൽ വന്നിട്ടുണ്ട്, ഓയിൽ ബോൾട്ട് വാഷ് ഓറിങ് അതിനകത്ത് ഉൾപ്പെടുത്തുന്നുണ്ട്. ഫ്രണ്ടിലേക്ക് വരുമ്പോഴത്തേക്കും ഗ്രീൻ ബുഷ് അതിനകത്ത് ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. പിന്നെ ഫ്രണ്ട് ബ്രേക്കിൻ്റെ ഒരു കേബിളും ആക്സിലേറ്ററിൻ്റെ കേബിളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ ഹെഡിൻ്റെ റബ്ബർ ഗ്യാസ്കറ്റും അതിൻ്റെ മൗണ്ട് റബ്ബർ, ആ 2 ഐറ്റംസ് അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇത്രയും കേസാണ് മെയിനായിട്ടുള്ളത്. പിന്നെ ജനറൽ സർവീസ്, വാട്ടർ സർവീസൊക്കെ വരുന്നതിനകത്ത് അത്രയാണ് നമ്മൾ ഉൾപ്പെടുത്തിയാണ്. ഗിയർ ബോക്സിൻ്റെ ഇവിടെ ഒരു ഓയിൽ ലീക്ക് ഉണ്ട് നിലവിൽ. അത് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ വീഡിയോ കണ്ടുമ്പോൾ നോക്കിയിട്ടൊന്ന് പറയണം. ഞാൻ എസ്റ്റിമേറ്റ് ഉൾപ്പെടുത്തിയിട്ടില്ല. ഒരു പക്ഷേ നമുക്കത് നെക്സ്റ്റ് സർവീസ് വരെ ചിലപ്പോൾ കിട്ടിയേക്കാം. അതിനിടയിൽ ലീക്ക് വന്നുകൂടായൊന്നുമില്ല, നല്ല രീതിയിൽ ലീക്ക് ആയേക്കാം ഒരു പക്ഷേ ബെയറിങ്ങിൻ്റെ പ്ലേ ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ പറഞ്ഞത് നെക്സ്റ്റ് സർവീസിൽ മാറ്റിയാലും മതി എന്ന് പറഞ്ഞതിൻ്റെ കേസ്. ഇനി അതല്ല കൂട്ടത്തിൽ നമ്മൾ ചെയ്യണം ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ കൃത്യമായിട്ടൊന്ന് പറയണം. അപ്പോൾ അതിൻ്റെ എസ്റ്റിമേറ്റും കൂടി ആഡ് ചെയ്തിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് തരാം കേട്ടോ. പിന്നെ അതിൻ്റെ ഈ ടൈൽ ഗ്ലാസ് ഇവിടെയൊക്കെ പൊട്ടിയിരിക്കുന്നുണ്ട്, സൈഡൊക്കെ ചെറിയ ഡെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഡീറ്റെയിൽസ് വാട്സപ്പിലേക്ക് ഇട്ടേക്കാം. വീഡിയോ കണ്ടുകഴിയുമ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടേക്കണേ.